ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 9th ചാപ്റ്ററായ അന്നാദ് ഭവന്തി ഭൂതാനി എന്ന ചാപ്റ്ററാണ്. അതായത് അന്നത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് നോക്കാം. പുത്രി ആട്ടെ, മകൾ എന്താ പറയണേ? മകൾ പറയാണ്, അമ്പ മമ കാച്ചിത് ജിജ്ഞാസ അസ്തി വയം മനുഷ്യാഹ പ്രാണിനഃ കീടാഹ ച കഥം ഭൂലോകെ ആഗതാഹ. അമ്മേ, എനിക്ക് ചിലതറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്, അറിയണമെന്നുണ്ട്. വയം മനുഷ്യാഹ, അതായത് നമ്മൾ മനുഷ്യർ, പ്രാണിനഃ, അതായത് ഓൾ ലിവിങ് ബീങ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ മൃഗങ്ങളാവാം, പക്ഷികളാവാം. കീടാഹ, പ്രാണികൾ. ച കഥം ഭൂലോകെ ആഗതാഹ, എല്ലാവരും തന്നെ എങ്ങനെയാണ് ഭൂലോകത്തേക്ക് വന്നത്, അതായത് ഭൂമിയിൽ വന്നത്. മാത വത്സേ, മകളെ, തദർത്ഥം ഭവതി പ്രഥമം പൃഥ്വിയാഹ ഉത്പത്തി ക്രമം ജാനിയാത്, അതിനായിട്ട് നീ ആദ്യം ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് അറിയണം. പുത്രി ഓഹോ രോചകം സ്യാത് കൃപയാ ശ്രാവയതു. ഓഹോ രസമായിരിക്കും, ദേവി ഇത് പറഞ്ഞു തന്നാലും. പറഞ്ഞേ അമ്മ പറഞ്ഞു, അസ്തു പ്രഥമം ബ്രഹ്മണഃ ആകാശസ്യ ഉത്പത്തി അഭവത്. ഇത് പറയാണ്, ശരി, ആദ്യം ബ്രഹ്മത്തിൽ നിന്നാണ് ആകാശത്തിൻ്റെ ഉത്പത്തി ഉണ്ടായത്, ആകാശം ഉണ്ടായത്. പുത്രി ബ്രഹ്മ ഇത്യുക്തേ കിം അമ്പ, ബ്രഹ്മം എന്നത് എന്താണ്? ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ അമ്മേ? മാതാ ബ്രഹ്മ ഇത്യുക്തേ ചേതനാശക്തി ഊർജാവായ സർവത്ര വ്യാപ്ത അസ്തി യഥാ ആകാശഃ അണുഃ ച സർവത്ര വ്യാപ്ത അസ്തി. അപ്പം അമ്മ എന്താ പറഞ്ഞേ? അതായത് ഇവിടെ അമ്മ പറയാണ്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യശക്തി അഥവാ ഊർജം, അതായത് എനർജി ആണ്. ഓക്കെ, യഥാ എങ്ങനെയാണോ ആകാശഃ അണുഃ ച സർവത്ര വ്യാപ്ത അസ്തി, എങ്ങനെയാണോ ആകാശവും പരമാണുക്കളും എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത്, അതേപോലെ. പുത്രി അപ്പം മകൾ ചോദിക്കുകയാണ്, അനന്തരം അതിനുശേഷമോ? മാതാ ആകാശാത് വായു ഉത്പന്നഃ, ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത്. പുത്രി അമ്പ പൃഥ്വി കഥ ഉത്പന്ന, അമ്മേ ഭൂമി എങ്ങനെ ഉണ്ടായേ? മാതാ ശൃണോതു വദാമി, കേൾക്ക്, പറയാം. വായു അഗ്നി ഉത്പന്ന, വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്, തീ ഉണ്ടായത്. പുത്രി ഏതാ സർവം കിമർത്ഥം അമ്പ, ഇതെല്ലാം എന്തിനാണ് അമ്മേ പറയുന്നേ? സാക്ഷാത് മനുഷ്യാണാം ഉത്പത്തിം വദതു, സാക്ഷാൽ അതായത് നേരിട്ട് തന്നെ ഡയറക്റ്റായിട്ട് മനുഷ്യരെങ്ങനെ ഉണ്ടായെന്ന് തന്നെ പറയൂ. മാതാ ആയി വത്സേ, എൻ്റെ മോളെ, ഏതത് സർവം നാസ്തി ചേത് കഥം മനുഷ്യാഹ പ്രാണിനഃ വ ജീവന്തി. അപ്പം അമ്മ പറയാണ്, എൻ്റെ മോളെ, ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെ എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവനോടെ നിലകൊള്ളും? പുത്രി ജലം ആഹാരഃ വായുഃ ച അസ്തി ചേത് പര്യാപ്തം ഖലു, അതായത് മോള് പറയാണ്, വെള്ളവും ഭക്ഷണവും വായുവും ഉണ്ടെങ്കിൽ മാത്രം മതിയല്ലോ, അതുപോരെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. മാതാ ആം, ശരിയാണ്. ഓക്കെ, അതഃ തേഷാമപി ഉത്പത്തിം ജാനാതു, ശരി, ഓക്കെ, അതുകൊണ്ട് അവയുടെ കൂടെ ഉത്പത്തിയെക്കുറിച്ച് അറിയൂ, അതും എങ്ങനെ ഉണ്ടായെന്നറിയൂ എന്ന് പറയാണമ്മ. പുത്രി അപ്പോൾ മോള് പറയാണ്, തർഹി അഗ്നേഹി കസ്യ ഉത്പത്തിഹി അഭവത്. അപ്പം മോള് ചോദിക്കുന്നത് എന്താ? എങ്കിൽ അഗ്നിയിൽ നിന്ന് എന്താണ് ഉണ്ടായത്? മാതാ അഗ്നിഹി ജലസ്യ ഉത്പത്തിഹി അഭവത്, അഗ്നിയിൽ നിന്ന് ജലമാണ് ഉണ്ടായത്. പുത്രി ജലാത് മനുഷ്യസ്യ ഉത്പത്തിഹി ഖലു. അപ്പോൾ മോള് പറയാണ്, ഇപ്പോൾ നിശ്ചയമായും ജലത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് അല്ലേ? മാതാ നൈവ വത്സേ ജലാത് പൃഥ്വിയാഹ ഉത്പത്തിഹി അഭവത്, ഇല്ല മോളെ, ജലത്തിൽ നിന്ന് ഭൂമിയാണ് ഉണ്ടായത്. പുത്രി ഓഹോ
സത്യം, അഹം വിസ്മൃതവതി ഏവ. പൃഥ്വ്യാഹ തു പ്രാണിനഃ മനുഷ്യാഃ ച ഉത്പന്നാഃ. അപ്പം മോള് പറയാണ്, ഓ ശരിയാണ്, ഞാനത് മറന്നുപോയി. ഭൂമിയിൽ നിന്നാണല്ലോ ജീവജാലങ്ങളും മനുഷ്യനും ഒക്കെ ഉണ്ടായത്. മാത: നഹി നഹി, പൃഥ്വ്യാഃ ഔഷധീനാം സസ്യാനാം വൃക്ഷാദീനാം ച ഉത്പത്തിഃ അഭവത്. അല്ലല്ല, ഭൂമിയിൽ നിന്ന് ഔഷധ ചെടികളും സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് ഉണ്ടായത്. പുത്രി: ഓഹോ അത്ഭുതം, ഓഹോ അത്ഭുതം തന്നെ. മാത: അപ്പം അമ്മ പറയാണ്, സസ്യേഭ്യഃ ആഹാരസ്യ ഉത്പത്തിഃ അഭവത്. സസ്യങ്ങളിൽ നിന്നാണ് ആഹാരം ഉണ്ടായത്, ഭക്ഷണം ഉണ്ടായത്. പുത്രി: അപ്പം മോള് പറയാണ്, ആം ആഹാരസ്യ ഉത്പത്തേഃ പരം ഭൂമൗ സർവമപി ആഗതം ഏവ. അതെ, ആഹാരം ഉണ്ടായതിന് ശേഷമാണ് ഭൂമിയിൽ മറ്റെല്ലാം തന്നെ വന്നത്, ഉണ്ടായത്. ആഹാരാത് കീടാഃ പ്രാണിനഃ മനുഷ്യാഃ ഉത്പന്നാഃ ഖലു അംബ. അപ്പോൾ പറയാണ്, അത് ചോദിക്കുകയാണ് കുട്ടി, ആഹാരത്തിൽ നിന്നാണോ പ്രാണികളും ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും തന്നെ ഉണ്ടായതമ്മേ? ആട്ടെ, ഇത് കേട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞു, അഹോ മമ പുത്രി ബഹു ചതുരാ അസ്തി, സത്യം ഉക്തവതി ഭവതി. ഓ, എൻ്റെ മകൾ വളരെ ബുദ്ധിമതിയാണ്, നീ പറഞ്ഞ സത്യമാണ്. പുത്രി: അംബ അമ്മേ, ഭവതി ഏതത് സർവം കഥം ജാനാതി. അമ്മേ, അമ്മയ്ക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം? മാതാ: അഹം ആധുനികം രസായനശാസ്ത്രം ഉപനിഷത് ഗ്രന്ഥാൻ ച പഠിതവതി. അതായത് അമ്മ പറയാണ്, ഞാൻ ആധുനിക രസതന്ത്രവും, അതായത് കെമിസ്ട്രി, ഉപനിഷത്ത് ഗ്രന്ഥങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ട്. പുത്രി: അഹോ അഹമപി ഉപനിഷദം പഠാമി അംബ. അമ്മേ, ഓഹോ, ഞാനും ഉപനിഷത്ത് പഠിക്കാം അമ്മേ, എനിക്കും പഠിക്കണം എന്ന് പറയാണ് കുട്ടി. മാതാ: സത്യം വത്സേ, അവശ്യം ഉപനിഷത്ത് ഗ്രന്ഥാഃ പഠനീയാഃ. സത്യമാണ് മോളെ, ഉറപ്പായും എന്തു പഠിക്കണം? തീർച്ചയായും ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ വായിക്കണം, പഠിക്കണം. യതഃ അസ്മാകം ഭാരതസ്യ മൗലികം ജ്ഞാനം തേഷു നിഹിതമസ്തി. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ അറിവുകൾ അതിലടങ്ങിയിട്ടുണ്ട്. തേന അസ്മാകം ജീവനസ്യ അപി ഉത്കർഷഃ ഭവതി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്കും കാരണമാകുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു, കീപ് സപ്പോർട്ടിങ്.